പപ്പയുടെ ഡയറി. ചെറുകഥ. രചന മണിമുതുതല. ശബ്ദം ജയശ്രീ കുണ്ടൂളി. ഒരാൾക്കൊരാൾ അപരയാണ്. സമൂഹ മാധ്യമങ്ങൾ അതു കണ്ടെത്തി ആഘോഷമാക്കിയ നേരമാണ് നിഗൂഢതയുടെ ചുരുളഴിച്ചുകൊണ്ട് വൻകരകൾ താണ്ടി അവർ ബംഗളൂരു വിമാനത്താവളത്തിൽ കണ്ടുമുട്ടിയത്. കണ്ടവരുടെ കിളി പോയി. അത്രമേൽ രൂപസാദൃശ്യം. തമ്മിൽ തമ്മിൽ വിശ്വാസം വരാതെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അത്ഭുതം കൂറി. വിലാസം കൊണ്ടു ചെന്നെത്തിച്ചത് പരപ്പന അഗ്രഹാരവീതിയിൽ. ഇളംവെയിലിന്റെ ഭംഗി നിഴൽ മൂടിക്കളഞ്ഞ ആ പഴയ കെട്ടിടത്തിന്റെ വാതിലിൽ ഹിന്ദോളരാഗം മുറിഞ്ഞ് സങ്കടശ്രുതി പെയ്ത അകത്തളത്തിൽ നിന്നും പ്രായം ചെന്ന ഒരമ്മ അവരെ സ്വീകരിച്ചു. ഞാൻ ശിവമോഹന്റെ അമ്മ കണ്ണകി. ദ്വിഭാഷിയുടെ പുനമൊഴിയുടെ സഹായത്തോടെ രണ്ടുപേരും കണ്ണമ്മയെ ഹസ്തദാനം ചെയ്തു. ഞാൻ ബിൻസി മോഹ് റാലി, നെതർലാൻഡ്സിൽ നിന്ന്. ഞാൻ നാൻസി മോഹ് ഗിബ്സൺ, ഇറ്റലി. ഞങ്ങളുടെ പിതാവിന്റെ വിലാസം അന്വേഷിച്ച് വന്നതാണ്. അച്ഛനെ കാണാൻ ഭാഗ്യം ഞങ്ങളെ അനുഗ്രഹിച്ചില്ല. അദ്ദേഹം ഇനിയില്ലെന്നിരിക്കെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളെയും ആ ശക്തിയുടെ ശേഷിപ്പുകളെയും കാണാനും ആ ഓർമ്മകളിലൂടെ അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കാനും അതിയായ താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങളെ സഹായിക്കണം. അകത്തേക്കു പാളി നോക്കി ഏകസ്വരത്തിലാണ് അവർ പറഞ്ഞത്. സ്വീകരിച്ചിരുത്തിയ ഇരുവരെയും എതിരേറ്റത് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒരുമിച്ചുള്ള ഒരു പഴയ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ ഒരു ഡയറിയും. വാരിപ്പുണർന്ന ആ ഫോട്ടോയിലേക്ക് നോക്കി മതിവരാതെ ഇരുവരും ഒരു 100 മുത്തങ്ങൾ കൊടുത്തു. അച്ഛൻ്റെ തനി പകർപ്പുള്ള 2 പെൺകുട്ടികൾ. അതേ മുഖഛായ. കണ്ണീരുപ്പു കലർന്നിറങ്ങിയ കവിളുകളിൽ വെള്ളിത്തിളക്കങ്ങൾ അലസമുതിർന്നു. ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ ദുരനുഭവത്തിൽ, വിധിയുടെ നെറികെട്ട വിനോദങ്ങളിൽ ഒരു ബന്ധസമുച്ചയം അടിത്തറയോടെ നാമാവശേഷമാക്കാൻ ശ്രമിച്ചപ്പോഴും കാലത്തിന്റെ കണക്കിലേക്ക് ചില താളുകൾ കാത്തുവെച്ചു. ഒരു നിമിഷം ഓർമ്മകളിലൂടെ വീണ്ടും ഒരു മടക്കം. മാധ്യമങ്ങളുടെ അമിത ശ്രദ്ധയിൽ മനസ്സിന്റെ കുതിരവേഗത്തെ അടക്കി നിർത്താൻ കഴിയാത്ത ഘട്ടത്തിലാണ് ആ ചോദ്യം ഉയർന്നത്. അമ്മ റാലിയോട് ബിൻസി ചോദിച്ചു, എന്റെ പേരിലൊരു മോഹുണ്ട്. എന്റെ തനിപ്പകർപ്പിൽ ഈ കാണുന്ന പെൺകുട്ടിക്കുമുണ്ട് മോഹ് എന്ന സർപ്പേര്. വിവാഹമോചിതയായ അമ്മ ഒരിക്കലും അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുമില്ല. കാറ്റിലും മഴയിലും ആടിയുലഞ്ഞ് വൃക്ഷമാവും. ഒടുവിൽ പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും മാത്രമാണ് പലരും തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴും കല്ലെറിയാൻ ആളുണ്ടാവും. പക്ഷേ എറിയുന്നത് ആ വൃക്ഷത്തണലിൽ നിന്നാണെന്ന് ആരും ഓർക്കാറില്ല. അമ്മ എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എന്നോടെല്ലാം പറയണം. നാൻസി മോഹ് ഗിബ്സൺ എന്ന ഈ കുട്ടിക്ക് ഗിബ്സൺ എന്ന പേരുകൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ഐഡിയിൽ ഇതുപോലെ ഒരു ഗിബ്സൺ പേരുമുണ്ട്. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. നെതർലാൻഡ്സിൽ മാത്രമല്ല, ചോദ്യം ഇറ്റലിയിലും സമാനമായിരുന്നു. ഗിബ്സന് എന്നെങ്കിലും നാൻസി മോഹിന് ഒരു മറുപടി നൽകേണ്ടി വരുമെന്നും ഉറപ്പായിരുന്നു. ഉടയാ മനസ്സിന്റെ കൊത്തളങ്ങളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാൻ കഴിയാത്ത വിധം നിറം കലർന്ന സ്മരണകളായിരുന്നല്ലോ അവയെല്ലാം. രണ്ടിടങ്ങളിലെയും ചോദ്യങ്ങളിൽ കണ്ടെത്തിയ ഒരേ ഉത്തരങ്ങളുടെ സാധൂകരിക്കലായിരുന്നല്ലോ ഈ യാത്രയുടെ ലക്ഷ്യം. അടുത്ത നിമിഷം ഓർമ്മകളിൽ നിന്നിറങ്ങി അവരാ ഡയറിയിലെ ശിവമോഹന്റെ കൈപ്പടയിൽ കൂടി വിറയാർന്ന മനസ്സോടെ വിരലോടിച്ചു. ഡയറിയുടെ ആദ്യ താളിൽ മനോഹരമായ ചിത്രത്തിൽ അമ്മ സിൻസിയും അച്ഛൻ ശിവമോഹും. മനസാ പ്രണാമം, അവർ ഏകസ്വരത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ട മക്കൾക്ക്, എനിക്കറിയാം ഒരു നാൾ നിങ്ങൾ എന്നെ തിരയുമെന്ന്. പക്ഷേ അന്ന് ഞാൻ ഉണ്ടാവില്ലല്ലോ. എൻ്റെ സിൻസി ഇല്ലാത്ത ലോകത്ത് ഞാനിനി എന്ത് നേടാൻ? അവൾ എനിക്ക് എല്ലാമായിരുന്നു, നിങ്ങളും.
മക്കളെ കൊഞ്ചിക്കാൻ, ഒന്ന് പുണരാൻ ഒന്നിനും കഴിയാതെ ഞങ്ങൾ. ഇപ്പോൾ ഞാനും അവളുടെ അടുത്തേക്കുള്ള യാത്രയിലാണ്. പരസ്പരം സ്നേഹിച്ച് കൊതി തീരാതെ, എൻ്റെ മക്കളെപ്പോലും കാണാൻ കഴിയാതെ പ്രസവത്തോടെ നമ്മളെ വിട്ടകന്ന എൻ്റെ പ്രിയയുടെ അടുത്തേക്ക് യാദൃശ്ചികമായി വിരുന്നൂട്ടിയ മരണം എന്നെ കൂടി കൊണ്ടുപോകും മുമ്പ് എൻ്റെ മക്കൾക്കായി അച്ഛൻ കുറിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിനായി സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെത്തിയ ഒരേ ഓഫീസിൽ നിന്നാണ് സിൻസിയുമൊത്ത് എൻ്റെ സ്നേഹജീവിതം തുടങ്ങുന്നത്. പ്രണയത്തിൻ്റെ പൂമരക്കൊമ്പിൽ പുഷ്പിച്ച മനോഹരമായ ഞങ്ങളുടെ ജീവിതത്തിൽ അവളുടെ ഗർഭം പൂർണ്ണത നേടിയത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോടെയാണ്. മക്കളെ കാണാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ കണ്ണടച്ചു. നിസ്സഹായ അവസ്ഥയിൽ അവിടെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് സഹപ്രവർത്തകരായ ഗിബ്സണും പത്നി റാലിയുമായിരുന്നു. അസുഖം മറ്റൊരു തരത്തിൽ എന്നെയും പിടികൂടിയ നിലയിൽ കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിച്ചാണ് ഞാനും ഹോസ്പിറ്റലിൽ കിടന്നത്. ക്രമേണ ഞാനും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായി. അവിടുത്തെ സമ്പാദ്യവും മറ്റ് ആനുകൂല്യങ്ങളും ബാങ്കിൽ ഭദ്രമാണ്. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ മക്കളുടെ സംരക്ഷണം അവർ ഏറ്റെടുത്തു എന്ന് ഉറപ്പും തന്ന്, മറ്റൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരുമിക്കാൻ കഴിയട്ടെ. ഇനി എഴുതാൻ കഴിയില്ല മക്കളെ, മാപ്പ് പപ്പ. ചിത്രത്തിൽ മാറി മാറി ചുംബിച്ച് കണ്ണീരുകൊണ്ട് മക്കളുടെ ഉദകക്രിയ. ആശ്വസിപ്പിക്കാൻ കഴിയാതെ കണ്ണമ്മയും ദ്വിഭാഷിയും കുഴങ്ങി. യാത്രയ്ക്ക് മുൻപ് ചിത്രത്തിന്റെ യഥാഭാഗം പൂരിപ്പിച്ചത് 2 രാജ്യങ്ങളിൽ നിന്ന് അവരുടെ വളർത്തമ്മയും വളർത്തച്ഛനുമായിരുന്നു. ദത്തുകുട്ടികൾക്ക് 3.5 വയസ്സായ കാലത്താണ് ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങളിൽ ഗിബ്സണും റിൻസിയും വേർപിരിയുന്നത്. നാൻസി ഗിബ്സണുമൊപ്പം ഇറ്റലിയിലും ബിൻസി റാലിക്കു കൂടെ നെതർലാൻഡ്സിലുമായിരുന്നു വളർന്നത്. മക്കളില്ലാതിരുന്നതിനാൽ ഇവർ സ്വന്തം മക്കളെ പോലെ വളർന്നു. സോഷ്യൽ റീൽ ലോകം കവർന്ന ഏകമുഖ സാദൃശ്യത സഹോദരിമാരെ അവരുടെ രക്തബന്ധങ്ങളിലേക്ക് വൈകിയാണെങ്കിലും എത്തിച്ചു. കണ്ണമ്മയുടെ കൂടെ ചുറ്റി നടന്ന് പിതാവിന്റെ സ്പർശനം കൊണ്ട് പുണ്യത പുൽകിയ ഓരോ മുക്കും മൂലയും അവർ ശ്രദ്ധാഞ്ജലി നൽകിക്കൊണ്ട് സ്വന്തമാക്കി. കാതങ്ങൾ താണ്ടിയെത്തി മാനസ സരസിൽ തർപ്പണം ചെയ്ത മക്കളോട് അഭൂതപൂർവം പ്രകാശിതമായ 2 ശുഭ്ര നക്ഷത്രങ്ങൾ അന്നു രാത്രി അവരുടെ പ്രകൃതിയുടെ സ്നേഹലാളനങ്ങളോടെ നഷ്ടവാത്സല്യങ്ങളുമായി സല്ലപിച്ചു.